എപ്പോഴൊക്കെ ഒന്നിച്ചിട്ടുണ്ടോ എപ്പോഴൊക്കെ കിടിലം മൂവീസ് തന്നൊരു കോംബോയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോ എന്ന് പറയുന്നത്. സോ ആ ഒരു കോംബോയിലാണ് പുതിയതായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്നൊരു സിനിമ ഈ ഒരു ഓണത്തിന് ഇറങ്ങിയത്. രാവിലെ 9:30-ക്കായിരുന്നു ഈ സിനിമയുടെ ആദ്യത്തെ ഷോ സ്റ്റാർട്ട് ചെയ്തത്. സോ ഇവിടെ അഭിലാഷ് വെച്ചായിരുന്നു. സോ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് മിക്സഡ് ഫീലിങ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാൾ കഴിഞ്ഞ് ഒരു വളരെ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മൂവി കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സത്യനന്ദിക്കാടിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു റിയലൈസേഷന് നൽകുന്ന ഒരു ക്യാരക്ടറാണ് ഇതിലെ മോഹൻലാലിൻ്റെ ക്യാരക്ടർ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രം നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ ഒരു സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സന്ദീപ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു മോഹൻലാലിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ്. സോ ഒരു ക്യാരക്ടറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ഇമോഷൻസും ഉണ്ട്. അതായത് ഇദ്ദേഹത്തിന് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഹാർട്ട് സർജറിയാണ് ആദ്യം കാണിക്കുന്നത്. സോ ഒരു ഹാർട്ട് സർജറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡോണറിനെ കുറിച്ച് അദ്ദേഹം അന്വേഷിക്കുന്നില്ല ആദ്യം. സോ ഇങ്ങനെ അന്വേഷിക്കാതെ വരുമ്പോൾ ആ ഒരു ഡോണറിൻ്റെ മകൾ അദ്ദേഹത്തെ തേടി വരുന്നത് അകത്തുനിന്നൊരു കാര്യം ആവശ്യപ്പെടുന്നു. സോ ആവശ്യപ്പെടുമ്പോൾ മോഹൻലാലിൻ്റെ ഈ ഒരു ക്യാരക്ടറിന് അറിയില്ല അദ്ദേഹം എത്തിപ്പെടാൻ പോകുന്നത് എങ്ങോട്ടാണ്. സോ ഈ ഒരു കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രം ചെന്നെത്തിപ്പെടുന്ന ഈ ഒരു ഫണ്ണി ആയിട്ടുള്ള സിറ്റുവേഷൻസും അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു റിയലൈസേഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഈ ഒരു സിനിമ പറയുന്നത്. സോ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് മോഹൻലാലിൻ്റെയും അതുപോലെ തന്നെ സംഗീത് പ്രതാപിൻ്റെ ആ ഒരു കോംബോയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമയിൽ ഉണ്ടാകുന്ന ഫണ്ണി സിറ്റുവേഷൻസിലൊക്കെ ഒരു സംഗീത് പ്രതാപിൻ്റെ സ്പോട്ടിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫണ്ണി എലമെൻസിൻ്റെ ആ ഒരു ഫീൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കുറേ കാലത്തിന് ശേഷമാണ് ഇത്ര ആക്റ്റീവായിട്ട് ഇത്ര എനർജറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ് മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അതാണ് ഈ ഒരു സിനിമയുടെ സോള്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സന്ദീപ് ബാലകൃഷ്ണൻ്റെ ആ ഒരു ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടർ പോകുന്ന സ്ട്രഗിൾസും ആ ഒരു ക്യാരക്ടറിൽ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളും ആ ഒരു ഫണ്ണി എലമെൻസും ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം എത്തിപ്പെടുന്ന ഈ ഒരു സാഹചര്യങ്ങൾ ഫണ്ണി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും നമ്മൾക്ക് ആ ഒരു ക്യാരക്ടർ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കാവുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഒരു ഫീലിംഗ് കറക്റ്റായിട്ട് എത്തിക്കാൻ ആ ഒരു സാധിച്ചിരിക്കുന്നത് ഈ ഒരു മോഹൻലാലിൻ്റെ പെർഫോമൻസിലാണ്. പിന്നെ എപ്പോഴും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്തൊരു കോംബോയാണ് ഈ ഒരു സത്യനന്ദിക്കാട് മോഹൻലാലിൻ്റെ കോംബോ. സോ ഇപ്രാവശ്യവും ഡിസപ്പോയിൻ്റ് ആയിട്ടില്ല. അതും ഈ ഒരു ഓണത്തിന് ഈ ഒരു സിനിമ കണ്ടിറങ്ങിയതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. അതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുള്ള ഫണ്ണി എലമെൻസ് ഉള്ള എന്നാൽ കുറേ റിയലൈസേഷൻസ് ലൈഫിനെ കുറിച്ചുള്ള പാഠങ്ങളൊക്കെ ഉള്ള ഒരു മൂവിയാണ് ഈ ഒരു ഹൃദയപൂർവ്വം. ഒരു ആപ്റ്റ് ടൈറ്റിലാണ് സത്യം പറഞ്ഞാൽ ഹൃദയപൂർവ്വം. അതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ വാച്ച് ചെയ്യുക. അതിനുള്ള ആ ഒരു ഓണം കളർഫുൾ ആക്കാനുള്ള ഒരു മൊമെൻറ്റിൽ വന്നൊരു മൂവിയാണ്. കുറച്ച് ക്യാമിയോസ് ഒക്കെ സിനിമയിൽ വരുന്നുണ്ട്. 1-2 ക്യാമിയോസ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അതൊക്കെ വർക്കൗട്ട് ആയിട്ടുമുണ്ട്. അതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതുപോലെ തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്.